നന്ദു വേഗം പോയി ബണ്ണിയെ തടയ. ബോള് തടഞ്ഞു. കർത്ത ഇങ്ങനെയാണ് കളിക്കുന്നത്. കർത്ത എല്ലാവരുടെയും സുഹൃത്താ. ബാൾ ഞാൻ തടഞ്ഞുവല്ലോ. എടാ കഴുതേ, നിനക്ക് യെല്ലോ കാർഡ് തന്നു കഴിഞ്ഞു. സംശയമുണ്ടോ? യെല്ലോ കാർഡ് തന്നില്ലല്ലോ. കിറ്റി യെല്ലോ കാർഡ് കാണിച്ച് അവളുടെ പോക്കറ്റിൽ തന്നെ വെച്ചു. ബണ്ണിയുടെ ടീമിന് പെനാൽറ്റി കിട്ടുന്നതായിരിക്കും. ഇത് ചീറ്റിംഗ് ആണ്. സ്റ്റിക്ക് കൊണ്ടടിച്ചത് കർത്തയാണ്. അപ്പൊ പെനാൽറ്റി കൊടുക്കേണ്ടത് അവനാണ്. ഞങ്ങൾക്ക് എന്തിനാ പെനാൽറ്റി തരുന്നത്? അതെ ഭായ്, ഇവന്റെ തലമണ്ടയ്ക്ക് ഒരു അടി കൊടുക്ക, അതോടെ എല്ലാം അങ്ങ് ശരിയാകും. ഇതിനെയാണോ ഹോക്കി എന്ന് പറയുന്നത്? ഹോക്കി സ്റ്റിക്ക് ഇങ്ങനെയാണ് ഇരിക്കുക. നിങ്ങൾക്കൊക്കെ ഇത് തന്നെ ധാരാളമാണ്. ഒരുപാട് ലേറ്റ് ആയെന്ന് തോന്നുന്നു. മാച്ച് തുടങ്ങി. വല്ലാത്ത തണുപ്പ്. സംശയമുണ്ടോ? സണ്ണി, നീ വളരെ നന്നായിട്ട് കളിക്കുന്നുണ്ട്. താങ്ക്സ്. നമ്മൾ ദരിദ്രനെന്ന്. ദരിദ്രൻ ഇവനാ. കളിച്ച് കളിച്ച് ബോള് തേഞ്ഞു പോയി. എന്നിട്ട് വേറെ ബോള് മേടിക്കാൻ വഴിയില്ല. ഈട മരം മണ്ട. ഐസ് ഹോക്കിയുടെ ബോൾ ഇതുപോലെയാണ് ഇരിക്കുക. ഇത് റബ്ബർ പക്കാണ്. എന്നെ പഠിപ്പിക്കണ്ട. നിന്റെ പക്കൽ മുഴുവൻ ടീം പോലും ഇല്ല. കൊച്ചളിയാ, 6 പേരും വെച്ചോണ്ട് കളിക്കുക. നമ്മുടെ പക്കലാണെങ്കിൽ 11 പേരടങ്ങുന്ന ടീമും ഉണ്ട്. ഈട കഴുതേ, ഇത് 6 പ്ലേയേഴ്സേ ഉണ്ടാവുള്ളൂ. 5 പ്ലേയേഴ്സ് പിന്നെ ഒരു ഗോൾ കീപ്പർ. അയ്യോ, ഇവന്റെ ഗോൾ പോസ്റ്റ് നോക്ക്. ഇത്രയേ ഉള്ളൂ. ഒരു വലിയ ഗോൾ പോസ്റ്റ് വാങ്ങാൻ പോലും കാശില്ല. ഈ ഗ്രൗണ്ട് പോലും വളരെ ചെറുതാ. അടിച്ചു പൊളിച്ചു തിമിർത്തു. പുതിയ സ്റ്റിക്സ്, പുതിയ സ്പോർട്സ് കിറ്റ്സ്. കൊള്ളാം. അതെ ഭായ്, ദരിദ്രന്മാരെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാ വില കൂടിയ സ്റ്റിക്ക് വാങ്ങിച്ചതാ. എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇനി വിജയം നമുക്കായിരിക്കും. ഇത് വെച്ചൊന്നും ജയിക്കാൻ കഴിയില്ല. പ്രാക്ടീസ് കൊണ്ട് മാത്രമേ ജയിക്കാൻ കഴിയൂ. കർത്ത എല്ലാവരുടെയും സുഹൃത്താ. ഇവിടെ വല്ലാത്ത തണുപ്പ്. എന്നാ പിന്നെ ചെരുപ്പിട്. ചെരുപ്പല്ല, സ്കാറ്റ്സ്. എനിക്ക് സ്കാറ്റ്സ് ഇട്ടുകൊണ്ട് കളിക്കാൻ കഴിയുകയില്ല. എന്റെ മനുഭായ്, അതിനും പ്രാക്ടീസ് വേണമല്ലോ. സ്കാറ്റ്സിന്റെ ഭാരം അല്പം കൂടുതലാ. സംശയമുണ്ടോ? അതുകൊണ്ടാണ് നിന്നെ ടീമിലേക്ക് തന്നെ എടുക്കാത്തത്. വരൂ, നമുക്ക് തുടങ്ങാം. You want to fight? Let's fight. എന്താ ഭായ്, അറിയാതെ സംഭവിച്ചതാ. എഴുന്നേക്ക്, കളിക്ക. ഇങ്ങനെ കളിച്ചാൽ ശരിയാവുകയില്ല. പ്രാക്ടീസ് തുടങ്ങണം. സംശയമുണ്ടോ? 3 ദിവസമായി കഴിഞ്ഞു. ചിക്കെടുക്ക്. ഹണി, ടവലെടുത്ത് മാറ്റ്. പറ്റില്ല, എനിക്ക് വല്ലാതെ തണുക്കുന്നു. എടാ, ഷോൾ ഇട്ടുകൊണ്ട് കളിക്കാൻ സാധിക്കുകയില്ല. സംശയമുണ്ടോ? അതെ, ഇത് ഫൗളാണ്. അല്ല, ഇത് ഐസ് ഹോക്കിയിൽ അലൗഡ് ആണ്. സണ്ണി, കളിക്കുന്നത് ഹോക്കിയാണ്, ഫുട്ബോൾ അല്ല. എടാ മരക്കഴുതേ, ഇത് ഗോൾ പോകുന്നത് ഇങ്ങനെയാണ്. സൂക്ഷിച്ചു കേട്ടോ. ജയിക്കണമെങ്കിൽ നമ്മൾ ബുദ്ധി ഉപയോഗിക്കണം.
അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെയാ കളിക്കുക? ഞാൻ പറഞ്ഞു വന്നത് ഇന്റലിജന്റ് ആയിട്ട് കളിക്കണമെന്നാണ്. അവൻ എപ്പോ ഗോൾ കൊണ്ട് നേടുന്നു ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പോൾ നീ അലർട്ട് ആയിട്ട് ഇരിക്കണം. ആ, ആ, നീ ഇരയെ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്ക്. അതുപോലെ കളിക്കണം. ആ. ജോർദാർ തോത്താറാം, സണ്ണിയെ കവർ ചെയ്തോ. ആ? ആ? നീ എന്താ ചെയ്യുന്നത്? മര്യാദക്ക് ജോലി ചെയ്തുകൂടെ നിനക്ക്? ഇവൻ എന്നെ തല്ലി. രണ്ടുപേരും വേറെ വേറെ പണി ചെയ്താൽ മതി. ഹണി, നീ പോപ്പട്ടിനോടൊപ്പം ഡൈനിങ് ടേബിളിൽ വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം തുടച്ച് മാറ്റേ. ഞാനൊന്ന് തുടച്ചു വെക്കാം, നീ മാറ്റിക്കോ. രക്ഷിക്ക്, രക്ഷിക്ക്. കണ്ടോ, അവൻ കുഴി മടിയനാ. ബോക്സ് ഇവിടെ ഇട്ടിട്ട് പോയിട്ട് കിടന്ന് നിലവിളിക്കാണവൻ. എടാ പൊപ്പട്ട് ബോക്സിന്റെ താഴെ കുടുങ്ങി. വേഗം ബോക്സ് പൊക്ക. നീ എന്തൊരു മടിയനാണ്. ഇപ്പോൾ ഒരു പണിയും ചെയ്യുന്നില്ല. എന്ത് പറഞ്ഞാലും ഇങ്ങനെയാ. നിനക്കൊരു ബോക്സ് പൊക്കാൻ പറ്റില്ലേ? എടാ ഞാനോ? ചെല്ല്, ചെന്ന് മുകളിലിരിക്കെ, അല്ലെങ്കിൽ നീ വീണ്ടും താഴെ വീഴും. ആ. എന്റെ അമ്മോ, എനിക്ക് വല്ലാത്ത ഭാരം തോന്നുന്നുണ്ടല്ലോ. അല്ല, ഇതെന്താ? കാക്കകൾ എന്നെ കണ്ടു പേടിക്കുന്നോ? ഞാൻ ശക്തനാകുന്ന ഗുളിക കഴിച്ച വിവരം ഇവർ അറിഞ്ഞു എന്ന് തോന്നുന്നു. ഐ, എന്റെ അമ്മ, കൊച്ചളിയാ, ഡ്രാഗൺ. നിങ്ങൾക്ക് എന്താണ് വട്ട് പിടിച്ചോ? എന്നെ എന്തിനാ കല്ലെറിയുന്നേ? ജോർദാറെ മാറിപ്പോ. അവൻ വായിൽ നിന്ന് തീ തുപ്പും. എന്തിനാടാ തീ തുപ്പുന്നത്? ഞാൻ അതിന് മുളകൊന്നും കഴിച്ചിട്ടില്ലല്ലോ. സംശയമുണ്ടോ? എടാ ഇത് പൊപ്പട്ടാണ്, കർത്തയുടെ സുഹൃത്താ. ഇത് പോപ്പട്ടാണ്. നിനക്കെന്താടാ എന്നെ മനസ്സിലായില്ലേ? നിനക്ക് എന്താ സംഭവിച്ചത്? ശക്തി കൂടാനുള്ള എന്റെ മരുന്നിവൻ ഒരുപാട് കഴിച്ചു. ഇവന്റെ സൈസ് വലുതായി. സൈസ് വലുതായി എന്ന് വെച്ചാൽ ഇതെന്താ ഈ സംഭവിച്ചത്? പേടിക്കണ്ട, ഇങ്ങോട്ട് വാ. ഈ മരുന്നിന് എന്റെ കയ്യിൽ മറുമരുന്നുണ്ട്. എല്ലാം ശരിയാവും. ഇങ്ങോട്ട് വാ, ഈ ഗുളിക കഴിക്ക. എടോ, എന്താണ് ഈ കഴിക്കാൻ തന്നത്? പച്ചമുളകും കാന്താരിമുളകും പൊടിച്ച് അതിന്റെ കൂടെ കുരുമുളക് സമം ചേർത്ത് ഇഞ്ചി നീരിൽ കാച്ചിയെടുത്ത മരുന്നാണിത്. നീ ആദ്യം അമിതമായി കഴിച്ച മരുന്നിനുള്ള മറുമരുന്നാണ് ഞാൻ ഇപ്പോൾ തന്നത്. രണ്ടാമത് നീ മരുന്ന് കഴിച്ചു കഴിയുമ്പോൾ ആദ്യത്തെ മരുന്നിന്റെ ശക്തി മുഴുവനായും ക്ഷയിക്കും. 12 മണിക്കൂർ കഴിയുമ്പോൾ നിന്റെ പ്രശ്നങ്ങളെല്ലാം തീരും. എന്ത് 12 മണിക്കൂറോ? ഡ്രാഗൺ, ഓടിക്കൂ, ഓടിക്കൂ, രക്ഷപ്പെട്ടോളൂ. ഡ്രാഗൺ. എടോ, ആരും തന്നെ പേടിക്കണ്ട. ഞാൻ തന്നെ എന്നെ കണ്ട് പേടിച്ചിരിക്കുകയാണ്. സംശയമുണ്ടോ? ഉറക്കം വരുന്നില്ലെങ്കിൽ ഉറക്ക ഗുളിക കഴിക്കൂ. എന്നിട്ട് കഥ കടച്ച് കിടന്നുറങ്ങൂ. കാരണം സിറ്റിയിൽ വന്നിരിക്കുകയാണ് ഒരു വലിയ ഡ്രാഗൺ, തീ തുപ്പുന്ന ഡ്രാഗൺ. ഇതാ നോക്കൂ അതിന്റെ വീഡിയോസ്. ഇപ്പോൾ കിട്ടിയ വാർത്ത, ഈ ഡ്രാഗൺ 2 കോഴിയെയും ഒരു മുയലിനെയും പൊക്കിയിരിക്കുന്നു. ഇതെന്ത് വാർത്തയാണ് ഈ കേൾക്കുന്നത്? പോപ്പട്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ അപകടം പിടിച്ച ഡ്രാഗണെ പിടിക്കാനായിട്ട് ആർമി അലർട്ട് ചെയ്തിരിക്കുകയാണ്. സയന്റിസ്റ്റുകൾക്ക് റിസർച്ച് ചെയ്യാനായിട്ട് ഡ്രാഗണെ ജീവനോടെ വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. സിറ്റി മുഴുവൻ ഹൈ അലർട്ടിലാണ്. നിങ്ങൾക്കാർക്കെങ്കിലും ജീവനിൽ കൊതിയുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്നു കൊള്ളുക. പൊപ്പട്ടിന്റെ ജീവൻ ആപത്തിലാണ്. അവനെ നമ്മൾക്ക് എത്രയും പെട്ടെന്ന് രക്ഷിക്കണം. വരൂ. വാവ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഗ്രീൻ. ഞാൻ അവനെ വിടില്ല.
വാവ്, ഇവൻ നമ്മുടെ ജീവനോടെ വിടില്ല. ഓടിക്കോ. ബണ്ണി ഇവിടെ വേഗം വാ. എടാ മാറി നിൽക്ക, ഇത് ഡ്രാഗനാണ്. എടാ മണ്ട, ഇത് പൊപ്പട്ടാണ്. നിനക്കെന്താ വട്ടാണോ? പോപ്പട്ട് എങ്ങനെയാ ഇത്രയും വലുതാകുന്നത്? വെക്ക് വെടി. വേണ്ട, അങ്ങനെ ചെയ്യരുത്. ഇൻസ്പെക്ടർ പാണ്ട, ഇത് ഞങ്ങളുടെ സുഹൃത്ത് പൊപ്പട്ടാണ്. നിങ്ങൾക്ക് എന്താ വട്ട് പിടിച്ചോ? പറ്റില്ല. അവരെന്തെങ്കിലും ചെയ്യാണെങ്കിൽ അത് ഞങ്ങൾ ചെയ്തിട്ട് മതി. മേജർ സാറേ, ഇവർ നല്ല കുട്ടികളാണ്. സിറ്റിയുടെ സുരക്ഷയ്ക്ക് വേണ്ടി കുറെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് 1 മിനിറ്റ് സമയം തരാം. ഈ സിറ്റി അപകടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. 1 മിനിറ്റിനുള്ളിൽ നിങ്ങൾ മാറിയില്ലെങ്കിൽ എല്ലാവരുടെയും കാര്യം പോക്കാം. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞങ്ങൾ ഒരിക്കലും പോപ്പട്ടിനെ വിട്ട് പോവില്ല. കർത്ത, എല്ലാവരുടെയും സുഹൃത്താ, അവനെ ഒന്നും ചെയ്യരുത്. അവൻ പൊപ്പട്ടാണ്. ഇങ്ങോട്ട് വരൂ. നോക്കൂ, നിങ്ങൾ കാര്യം മനസ്സിലാക്കൂ. കാര്യം എന്താണെന്ന് അറിയാതെ വേറെ കാര്യം ചെയ്താൽ ചെയ്യേണ്ട കാര്യം ചെയ്യാൻ പറ്റാതെയാവും. ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യാൻ നോക്കിയാൽ ചെയ്യാവുന്നതെല്ലാം ചെയ്യാവുന്നതാണ്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പോലും മനസ്സിലാക്കാതെ മറന്നുപോകും. ഇങ്ങോട്ട് വരൂ. മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ് മനുഷ്യന്റെ മനസ്സിന് നല്ലത്. ഇത് പോപ്പറ്റാണ്. ഇവൻ എന്റെ ഗുളികയുടെ ഓവർഡോസ് കാരണം ഇങ്ങനെ ആയിപ്പോയത്. മുകളിലേക്ക് കയറണമെങ്കിൽ ഉടൻ തന്നെ ഏണി കൊണ്ടുവരണം. ഹൈ! ആ? കഴുതേ, ഞാൻ താഴേക്ക് വീണു. പിടിച്ചിരുന്നെങ്കിൽ വീഴില്ലായിരുന്നല്ലോ. എടാ, നീ ഏണി വലിച്ചതുകൊണ്ടാ ഞാൻ താഴെ വീണത്. ഞാൻ പെയിന്റ് അടിക്കായിരുന്നില്ലേ? ഞാനും പെയിന്റ് അടിക്കാൻ പോവാണ്. നീ ഏണി എടുത്തോണ്ട് പോയിരുന്നല്ലോ. ഞാൻ വീണോ? എടാ കഴുതേ, നീ താഴെ നിന്നല്ലേ പെയിന്റ് അടിച്ചോണ്ടിരുന്ന. ഏണി സൈഡിലായിരുന്നു, എന്നാ ഞാൻ ഏണിയുടെ മുകളിലായിരുന്നു. അതുകൊണ്ടാ താഴേക്ക് വീണത്. എടാ വേണ്ട. ഹോളിയല്ല, ദിവാലിയാണ്. വഴക്കൂടുന്ന് നിർത്തിയിട്ട് ഉടൻ തന്നെ വീട്ടിന് പെയിന്റ് അടിക്ക. അകത്തും ഒരുപാട് ജോലി ചെയ്തു തീർക്കാനുണ്ട്. ഇത് മൊത്തത്തിൽ നശിച്ചുവല്ലോ. ഇനി എന്തായാലും ഇത് വെച്ച് പെയിന്റ് ചെയ്യാൻ കഴിയില്ല. ആ? എടാ, നീ എന്തീ കാണിക്കുന്നത്? എടാ, നിനക്കെന്താ വട്ടായോ? ഈ പെയിന്റ് പോവുകയില്ല. അത് തന്നെയാണ് എനിക്കും വേണ്ടത്. അടുത്ത ദീപാവലി വരെ പെയിന്റ് ചുമരിന്ന് പോകാൻ പാടില്ല. എടാ കഴുതേ, ഞാൻ ചുമരിന്റെ കാര്യമല്ല പറഞ്ഞത്, എന്റെ തൂവലിന്റെ കാര്യം പറഞ്ഞത്. അല്ല, നീ എന്താ എന്നെ ബ്രഷ് ആണെന്നാണ് കരുതിയത്? നീയല്ലേ എന്നോട് പറഞ്ഞത് കൂട്ടുകാർക്ക് വേണ്ടി എന്തും ത്യജിക്കാന്ന്. നിന്റെ തൂവല് നിനക്ക് ത്യജിച്ചൂടെ? ഹണി, അവനെ വിട്. നല്ല പടക്കം, റോക്കറ്റ് എല്ലാം ഉണ്ട്. വാങ്ങിക്കൂ, വേഗം വരൂ. വാവ്, അടിപൊളി. നീ ഇതിനേക്കാളും ട്രെയിനിൽ പോയി ചായ വിൽക്കാം. കൊച്ചളിയ, ഈ ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുന്നതിന് മുമ്പ് ഞാൻ ഇവന്റെ കരണം പൊട്ടിക്കും. വിട്, നീ കച്ചവടത്തിൽ മാത്രം ശ്രദ്ധിക്ക. വരണം സാർ, വരണം. അടിപൊളിയായിട്ടുള്ള ലേറ്റസ്റ്റ് പടക്കങ്ങളാണ് ഉള്ളത്. അതിനേക്കാളും നല്ല പടക്കം ഞങ്ങളുടെ പക്കലുണ്ട്. ഇങ്ങോട്ട് വരൂ. പടക്കം ഇവിടെയാണുള്ളത്. അങ്ങക്ക് വാങ്ങണമെങ്കിൽ അങ്ങ് ഇങ്ങോട്ട് വരണം. സംശയമുണ്ടോ? പോപ്പറ്റെ, നിന്റെ ഈ തുറന്നു വെച്ച വായ ഉടൻ തന്നെ പൂട്ടാൻ നോക്ക്. എന്നിട്ട് അതിന്റെ താക്കോൽ എവിടേക്കെങ്കിലും പുറത്തേക്ക് കളഞ്ഞേക്ക്. സംസാരം കുറച്ചിട്ട് കേൾക്കുന്നത് അധികമാക്കൂ. എന്റെ ഷോപ്പിലേക്ക് വരണം സാർ. ഞങ്ങളുടെ ഷോപ്പിലേക്ക് വാ. ഇങ്ങോട്ട് വരൂ. ഇവിടേക്ക് വരൂ. വിടൂ, പോലീസുകാരുടെ അടുത്ത് പ്രശ്നമുണ്ടാകുന്നു.
ഇങ്ങോട്ട് വരൂ. ഇതൊട്ടും ശരിയല്ല. ഇത് വേസ്റ്റ് ആണ്. ഇത് മുകളിൽ പോകുമ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ രണ്ടുപേരും ഫെയിലാണ്. എഞ്ചിനില്ലാത്ത ട്രെയിനാണ്. ഒന്നിനും കൊള്ളാത്തവന്മാർ. വരൂ പാണ്ട, നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി പടക്കം വാങ്ങിക്കാം. വേണ്ട വേണ്ട നിൽക്കൂ. ബണ്ണി 8 പ്രാവശ്യം പൊട്ടുന്ന പടക്കം പൊട്ടിക്ക. ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. സർ, റോക്കറ്റിന്റെ ക്വാളിറ്റി നോക്കൂ. നമ്മുടെ കടയ്ക്ക് തീ പിടിച്ചു. സംശയമുണ്ടോ? ഇങ്ങോട്ട് വരൂ. അങ്ങോട്ട് പോകൂ. ഈ തറചക്രം എന്നെ വട്ടം കറക്കുമെന്ന് തോന്നുന്നു. കള്ളൻ. മുത്തശ്ശി വിഷമിക്കണ്ട. മുത്തശ്ശിയുടെ ബാഗ് ഞങ്ങൾ പോയി തീർച്ചയായും തിരിച്ചു കൊണ്ടുവരാം. എന്നെ കുറിച്ച് ശരിക്കറിയില്ല. ഞാനാണ് ബാറ്റ് മങ്കി. ബാഗ് തിരിച്ചു തന്നേക്കേ. പറ്റുമെങ്കിൽ വാങ്ങിച്ചോ. മങ്കിയെ ഒരിക്കലും മരത്തിൽ കയറി പിടിക്കാൻ കഴിയില്ല. ഇതിനെ കണ്ടുപോരുത്. മര്യാദയ്ക്ക് വെക്കോ. നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടില്ല. ഇതെന്ത് കഥയാണെന്ന് വെച്ചാൽ 4 നല്ല കൂട്ടുകാരെ കുറിച്ചുള്ള കഥയാണ്. ഇയാള് നമ്മുടെ കഥ നമുക്ക് തന്നെ പറഞ്ഞുതരാൻ നോക്കുക. എടോ, താൻ പറഞ്ഞാലും ഇല്ലെങ്കിലും ഞങ്ങള് ഫ്രണ്ട്സാ. ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ഫ്രണ്ട്സ്. സംശയമുണ്ടോ? ഏയ്, ഞാൻ ഉദ്ദേശിച്ച അതല്ല. ഇങ്ങനെ ഇടയ്ക്ക് കയറി സംസാരിച്ചാൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. വല്ലാത്ത ഒരു കാട്, കൂടാതെ അതൊരു രാത്രിയും, കുറ്റാക്കൂരിട്ട്, കൂടാതെ വല്ലാതെ കാറ്റും. 4 പേരും തനിച്ച് നടന്നു വരികയായിരുന്നു. ആകാശത്തു നിന്നും ഒരു ഭീകരരൂപം ഇറങ്ങി വന്നു. വേറെന്താണ്? രാക്ഷസനാണ്. വലിയ
വലിയ കൊമ്പുകൾ, വലിയ പല്ലുകൾ അവരുടെ മുന്നിലേക്ക് ചിരിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി വന്നു. എന്റെ സ്ഥലത്ത് വരാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത്? ഞാൻ നിങ്ങളെ എല്ലാവരെയും തിന്നാൻ പോവുകയാണ്. ആര് വരട്ടുന്നുവോ അവൻ ഒന്നും ചെയ്യുകയില്ല, സംശയമുണ്ടോ? ഇപ്പൊ മനസ്സിലാക്കി തരാം. നാലുപേരും ആ ബംഗ്ലാവിനെ വീഴ്ച നോക്കി. എല്ലാവരും ഒന്നിച്ചാലോചിച്ചു, ഇന്ന് രാത്രി ഇവിടെ തന്നെ താമസിക്കാം. അതൊക്കെ അവരാ വാതിൽ തുറന്നു. ഇന്നത്തെ ഡിന്നർ അന്വേഷിച്ച് വന്നിരിക്കുകയാണ്. ഒരു പിടിയും കിടത്തില്ല, ഓടിക്കോ. ഓടി രക്ഷപ്പെടാൻ കഴിയില്ല. ഇവനുമായിട്ട് യുദ്ധം ചെയ്യണം. ഇത് സിംഹമല്ല, സിംഹത്തിന്റെ പ്രേതമാണ്, സംശയമുണ്ടോ? നിങ്ങളെ കൊണ്ട് ഞങ്ങൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവർക്ക് തീയെ പേടിയാണ്. വലിയ വലിയ തിരമാലകൾ വന്നു. ഓരോന്നിനും 100 മീറ്റർ ഉയരമുണ്ടായിരുന്നു. ഒരു വലിയ തിമിംഗലം വെള്ളത്തിൽ നിന്ന് ചാടി വള്ളത്തിനടുത്തേക്ക് വന്നു. എന്നെ കുറിച്ച് നിനക്ക് ശരിക്കും അറിയില്ല. വള്ളത്തിലെങ്ങാനും വീണ് നാശം വിതയ്ക്കുകയാണെങ്കില് നിന്റെ പണി ഞാൻ തീർക്കും, സംശയമുണ്ടോ? കെട്ടിടങ്ങൾ താഴേക്ക് വീണു. ലോകം മുഴുവൻ വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങോട്ട് പോകണമെന്നറിയാതെ അവർ തുഴഞ്ഞുകൊണ്ടേയിരുന്നു. കയറുമായി പെട്ടെന്ന് വെള്ളത്തിലേക്ക് ചാടി. ആ കയറിന്റെ അറ്റം കൊണ്ടുപോയി നൗകയിൽ കെട്ടി. നാല് പേരും കൂടി ആ നൗകയെ വലിച്ചുകൊണ്ട് കരയിലേക്ക് വരാൻ ശ്രമിക്കും. ഇത് മാഡത്തിന്റെയാണ്, ഈ കടയിലേതല്ല. അതിന് ഇത് മോഷ്ടിക്കാൻ പറ്റില്ല. നിങ്ങൾ പറഞ്ഞത് ഷോപ്പ് കൊള്ളയടിക്കാൻ പോകുന്നു എന്നാണ്. മീനുകളുള്ളത് വരെ ഈ സിറ്റിക്കകത്തും ആർക്കും കൊള്ളടിക്കാൻ കഴിയുകയില്ല.
എടാ, ഈ മിയാവുൻ ഗേൾ വെറും ഒരു പൂച്ചയാണെന്ന് തോന്നുന്നു. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഉടൻ തന്നെ മിയാവുൻ ഗേളിനെ പിടിക്ക. സിറ്റിക്കകത്തുള്ള എന്റെ ടെറർ ഒരിക്കലും അവസാനിക്കാൻ പാടില്ല. അവളെ എവിടെയാ പോയി അന്വേഷിക്കുക? അവളെ നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല, അവൾ നമ്മളെ അന്വേഷിക്കും. കാരണം സൂപ്പർ ഹീറോയിൻ അല്ലേ. ആരെങ്കിലും ഒരാൾ കൊള്ളക്കാരിൽ നിന്നും കഷ്ടത അനുഭവിക്കുകയാണെങ്കിൽ അവരെ രക്ഷിക്കാനായിട്ട് അവൾ തീർച്ചയായും വരുമല്ലോ. അപ്പൊ അവൾക്ക് കൊടുക്കാം പണി. രക്ഷിക്കണേ എന്റെ പൊന്നുമക്കളെ, ആരെങ്കിലും ഒന്ന് വന്ന് രക്ഷിക്കണേ. ഒരു പാവ സ്ത്രീയായി കശ്മലന്മാർ ഇവിടെ ഇട്ട് ഉപദ്രവിക്കുന്നത് കണ്ടില്ലേ? ആരെങ്കിലും എന്നെ വന്നൊന്ന് രക്ഷിക്കണേ, ആരെങ്കിലും രക്ഷിക്കണേ. എന്നെ രക്ഷിക്ക മക്കളെ, അല്ലെങ്കിൽ എനിക്ക് തരും 8ന്റെ പണി. അവരെ വിട്ടേക്ക്. എന്നെ വിട്ടേക്ക്. എന്നിട്ട് ഈ മിയാങ്കളിനെ പിടിക്ക. കൊടുക്കാം ഒരു 8ന്റെ പണി. എന്റെ ആൾക്കാരാണ്. ഇത് നിന്നെ പിടിക്കാൻ വേണ്ടിയുള്ള ഒരു ട്രാപ്പായിരുന്നു. നിനക്ക് തരാം 8ന്റെ പണി. മീനുകളെ പിടിക്കുന്നത് ബുദ്ധിമുട്ട് മാത്രമല്ല, വളരെ കഷ്ടപ്പാട് കൂടിയാണ്. കിട്ടിപ്പോയി. ഇനി കൊടുക്കാം 8ന്റെ പണി. മിയോംഗേളിനെ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷിക്കണം. വെറുതെ വിടരുത്. വരൂ. മിയാങ്കളിനോടൊപ്പം ക്യാറ്റ്മാനും ഡോഗ്മാനും എങ്ങനെയാണ് വന്നത്? ജ്വല്ലറി ഷോപ്പ് ഇനി എന്തായാലും ഞാൻ നോക്കിക്കോളാം. സബാഷ് മണി, ഇനി നന്നായിട്ട് കൊടുക്ക്. വിടൂ. നിയമം ആരും കയ്യിലെടുക്കരുത്. പോലീസ് എത്തിക്കഴിഞ്ഞു. മാറി നിൽക്കൂ. മാറൂ. ഞാൻ ആരെയും വിടാൻ പോകുന്നില്ല. തരും ഞാൻ 8ന്റെ പണി. ആദ്യം നിനക്ക് തരാം പോലീസിന്റെ 8ന്റെ പണി. ബൈ. പോയി കഴിഞ്ഞു. പക്ഷേ മിയാങ്കാളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. സംശയടോ? നീ പേരൊക്കെ കഴിക്കാണോ? അല്ല, നാരങ്ങയാണ്. കാണാൻ പേരക്കയെ പോലെയുണ്ട്. എടാ, ഞാനൊരു പേരക്ക കഴിക്കുന്നതിൽ ഇത്രയും വലിയ അതിശയം എന്താണടാ ഉള്ളത്? അല്ല, മാവിൽ എങ്ങനെയാണ് പേരക്ക ഉണ്ടാവുന്നത്? ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്നതാ. അപ്പൊ കടയിൽ പേരക്കയുടെ മരമുണ്ടോ? നിന്നെ എടാ, പഴക്കടയിൽ നിന്ന് പേരക്ക വാങ്ങിച്ചോണ്ട് വന്നെന്ന് പറഞ്ഞതാ. ശരി, പിന്നെ എന്തിനാണ് മാവിൽ കയറിയിരുന്ന് പേരക്ക കഴിക്കുന്നത്? മറ്റുള്ളവർ കൺഫ്യൂസ് ആയില്ലേ? എടാ ഹണി, നിനക്ക് എവിടെന്നാ ഇത്രയും വലിയ ബുദ്ധി?
ഞാൻ ചോദിച്ചതിന് മറുപടി പറയേ. മാവിലിരുന്ന് ഇനി ഒരിക്കലും പേരക്ക കഴിക്കരുത്. കഴിച്ചാൽ എല്ലാവർക്കും പ്രശ്നമാണ്. നിന്നെ ഞാൻ സമ്മതിച്ചു. ലോകത്ത് ഞാൻ മണ്ടന്മാരെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയും ബുദ്ധിയില്ലാത്ത മണ്ടന്മാരെ കണ്ടിട്ടില്ല. സംശയമുണ്ടോ? ഹൂ. എന്റെ അമ്മേ. ഓ എന്റെ കണ്ണിനകത്ത് സോപ്പ് പോയി. ഈ മോപ്പ് എനിക്ക് തന്നേ. എന്നെ പിന്നെ തല്ലിക്കോ. ആദ്യം എങ്ങനെ കിറ്റിയെ രക്ഷിക്കുന്ന ആലോചിക്കേ. കിറ്റിക്ക് എന്താ സംഭവിച്ചത്? സംഭവിച്ചതല്ല, സംഭവിക്കാൻ പോകുന്നതാ. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കിഡ്നാപ്പ്. എന്തേ? അതെ, ഒരു മനുഷ്യൻ കിറ്റിയെ കിഡ്നാപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. അതെ, അവൻ ഫോണിൽ ആരോട് സംസാരിക്കുകയായിരുന്നു. കിറ്റിയുടെ പൈസ കിട്ടിയാൽ ഉടൻ ബോംബ് വാങ്ങാമെന്ന്. ബോംബോ? ബോംബിന്റെ കാര്യം കളയേ, നമുക്ക് ആദ്യം കിറ്റിയെ കുറിച്ച് ആലോചിക്കാം. കിറ്റിയെ തട്ടിക്കൊണ്ടുപോയി പൈസ വാങ്ങണം. അതാണ് അവരുടെ എല്ലാവരുടെയും പ്ലാൻ. വേഗം വാ, നമുക്കിത് കിറ്റിയോട് പറയാം. ഹണി, ആളിനെ കണ്ട നിനക്ക് തിരിച്ചറിയാൻ കഴിയോ? അതെ, ഞാൻ അവനെ കണ്ടതല്ലേ. ഇപ്പോൾ സമയം 5:30 മണിയായി. ഇനി കുറച്ച് സമയം നമുക്കുള്ളൂ. ജോർദാർ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. ആഹാ, ഇനി 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അവനെ എങ്ങനെയും കണ്ടുപിടിക്കണം. അതാ പോകുന്നു. പ്ലാറ്റ്ഫോം നമ്പർ 1-ൽ നിന്ന് പുറപ്പെടേണ്ട 5:45 ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 1-ൽ നിന്ന് തന്നെ പുറപ്പെടുന്നതായിരിക്കും. അവനെ വിട്ടേക്കരുത്. പറയ്, കിറ്റി എവിടെയെന്ന് പറയ്. നമുക്ക് ബോംബ് വാങ്ങാന്ന്. കിറ്റി എവിടെയാണ്? കിറ്റി വീട്ടിലെത്തിക്കഴിഞ്ഞു. ഇദ്ദേഹം കിറ്റിയെ കിഡ്നാപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇതിനെ കിഡ്നാപ്പ് ചെയ്യുന്നേ. ഞങ്ങൾ മെക്കാനിക്കുകളെല്ലാം ഒന്നിച്ച് മാസാമാസം ചിട്ടിയിൽ പൈസ ഇടുകയാണ്. ഓരോ മാസം ഒരാൾക്ക് കിട്ടും. ഓരോ മാസവും ഓരോ ആൾക്കാർക്ക് 15,000 രൂപ കിട്ടും. ഈ മാസം ആ പൈസ എനിക്കാണ് കിട്ടിയത്. അതിൽ നിന്നാണ് ഈ ബോംബ് വാങ്ങിയത്. അത് ശരി. പിന്നെന്തിനാ വാണ്ടഡ് എന്നും പറഞ്ഞ് നിന്റെ ഫോട്ടോ ചുമരിലൊട്ടിച്ചിരിക്കുന്നത്? ഈഷ്! ഇതവനല്ല. ഇവനെ കാണാൻ അവനെ പോലെ ഉണ്ടെന്നേ ഉള്ളൂ. കഴുതേ, നീ കാര്യമൊന്നും അറിയാതെ ഇത്രമാത്രം പ്രശ്നം ഉണ്ടാക്കിയല്ലേ. കഴുത ഇവനല്ല, നമ്മളാണ്. ഇവൻ പറഞ്ഞത് വിശ്വസിച്ചില്ലേ? സംശയമുണ്ടോ? ശരി, വരൂ. എന്തായാലും ആപത്തൊന്നും ഉണ്ടായില്ല. എല്ലാം ഇതോടെ തീർന്നു. ഈഷ്! ഒന്നും തീർന്നിട്ടില്ല. ഡിപ്പാർട്ട്മെന്റ് മുഴുവനും ഇവിടെ തന്നെയുണ്ട്. ബോംബ് സ്ക്വാഡും വന്നിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ തന്നെ സ്തംഭിച്ചിരിക്കുകയാണ്. ഞാൻ ഇവനെ വെറുതെ വിടില്ല. നിക്കവിടെ. ദാ നോക്ക്, ഇവനാണ് ആ ഫോട്ടോയിലുള്ള തീവ്രവാദി. കൊച്ചളിയാ, കൊച്ചളിയാ, കൊച്ചളിയാ. അയ്യോ, ഹണിയും പണി അവിടെ കുടുങ്ങി. വൺ വേ ആണ്, കറങ്ങി വരേണ്ടി വരും. എന്താ നിങ്ങള് തൂങ്ങി കിടക്കുന്നേ? കഴുതേ, പറഞ്ഞുകൂടായിരുന്ന മരം ഉണ്ടായിരുന്നെന്ന്. ഞാൻ പറഞ്ഞതല്ലേ, കൊച്ചളിയാ, കൊച്ചളിയാ, കൊച്ചളിയാന്ന്. കൊച്ചളിയാന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? മരം ഉണ്ടെന്ന് പറഞ്ഞുകൂടായിരുന്നോ? അയ്യോ,
ബ്രദേഴ്സ് രക്ഷിക്കൂ. ഇത് താഴേക്ക് വലിക്കേണ്ടി വരും. അയ്യോ, ട്രക്ക് വരുന്നു, വേഗമാകട്ടെ. അരികിലൂടെ പോകൂ കഴുതേ. സോറി. പെട്ടെന്ന് ബ്രേക്ക് ചെയ്യേ. നിനക്ക് സ്കൂട്ടർ മര്യാദക്ക് നിർത്തിക്കൂടായിരുന്നോ? മര്യാദയ്ക്കാ നിർത്തിയത്, ഏണിയുള്ള കാര്യം മറന്നുപോയി. നോക്കി ഓടിക്കോടാ. സാറേ, ഞങ്ങളുടെ പ്രശ്നമല്ല, ആ ഏണി ഞങ്ങളെ ചതിച്ചതാ. എന്താ ഇങ്ങനെ കഴിക്കുന്നത്? ഞങ്ങൾ ദിവസവും ഇങ്ങനെയല്ലേ കഴിക്കുന്നത്? ഓ, എന്റെ ഡൈനിങ് ടേബിളിന്റെ അവസ്ഥ ഒന്ന് കണ്ടോ? ഇന്ന് എനിക്ക് ബോസിന്റെ കൂടെ വൈകിട്ട് ഡിന്നർ ഉണ്ട്. ഡിന്നർ ആവുമ്പോഴേക്കും ഞങ്ങൾ ഈ ടേബിൾ വൃത്തിയാക്കിയേക്കാം. അദ്ദേഹത്തോടൊപ്പം ഡിന്നറിന് പുറത്താണ് പോകേണ്ടത്. അദ്ദേഹത്തിന് മുൻപിൽ നിങ്ങൾ ഇങ്ങനെ കഴിച്ചാൽ അദ്ദേഹത്തിന് എന്ത് ഇംപ്രഷനാണ് ഉണ്ടാവുക? മാഡം, നിങ്ങൾ ഞങ്ങളെ ഡിന്നറിന് വിളിച്ചോണ്ട് പോകണ്ട. അതെ, നിങ്ങൾ ഒറ്റയ്ക്ക് ഡിന്നറിന് പോയാ മതി. സംശയമുണ്ടോ? ഇല്ല, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇതൊരു ഫാമിലി ഡിന്നറാണ്. ഓ, അടിപൊളി. നന്നായിട്ടുണ്ട് മിസ് ഗാഡ്കർ.